നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് വായിക്കാൻ പോകുന്ന വേദഭാഗം ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ ഡാനിയേൽ വായിക്കാൻ ഒരുങ്ങുകയാണ്. 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഹബക്കൂക്കിൻ്റെ പ്രവചനം. ബൈബിൾ നിവർത്തി നിങ്ങളോട് ചേർന്ന് വായിക്കാൻ പോവുകയാണ് കർത്തൃദാസൻ. 2-ാം അധ്യായം 1 മുതൽ 10 വരെ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരളി ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടുന്നതിന് ദൃഷ്ടിവയ്ക്കും. യഹോവ എന്നോട് ഉത്തരം അള്ളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. വീഞ്ഞ് വിശ്വാസപാതകനാകും. അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കുകയില്ല. അവൻ പാതാളം പോലെ വിസാരമായി വായി പിളർക്കുന്നു, മരണം പോലെ തൃപ്തിപ്പെടാതെയും ഇരിക്കുന്നു. അവൻ സകല ജാതികളെയും തൻ്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തൻ്റെ അടുക്കൽ ചേർക്കുന്നു. അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശ്യവും അവനെക്കുറിച്ച് പരിഹാസമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയപണ്ടം ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടമെന്ന് പറയുകയില്ലയോ? നിന്റെ കിടക്കാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊള്ളയായി തീരുകയും ഇല്ലയോ? നീ പല ജാതികളോടും കവർച്ച ചെയ്തതുകൊണ്ട് ജാതികളിൽ ശേഷിപ്പുള്ളവരൊക്കെയും മനുഷ്യരുടെ രക്തം നിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിൻ്റെ സകല നിവാസികളോടും ചെയ്ത സാഹസം നിമിത്തവും നിന്നോട് കവർച്ച ചെയ്യും. അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവയ്ക്കേണ്ടതിന് തൻ്റെ വീടിന് വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം. പല ജാതികളെയും ഛേദിച്ച് കളഞ്ഞതിനാൽ നീ നിൻ്റെ വീടിന് ലജ്ജ നിരൂപിച്ച് നിൻ്റെ സ്വന്തം പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ അനുഗ്രഹീതമായ നല്ല ദിവസം രാവിലെ നമ്മൾ ഒരുമിച്ച് വായിച്ച വേദഭാഗത്തു നിന്ന് അല്പമായി ചില കാര്യങ്ങൾ ചിന്തിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ മുട്ടുകുത്താൻ വേണ്ടി പതുപോലെ നമ്മൾ ഒരുങ്ങുകയാണ്. ഹബക്കൂക്ക് പ്രവചനത്തിൻ്റെ ഒരു അവലോകനം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെന്നറിയാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പ്രവചന ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകൾ ഓരോ ഭാഗത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓർപ്പിച്ചതുപോലെ ദൈവത്തോട് ആവലാതി പറയുന്ന ഒരു പ്രവാചകനെയാണ് ഹബക്കൂക്കിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. സാധാരണ പ്രവാചകന്മാരെല്ലാം ദൈവം ഇങ്ങോട്ട് അരുളി ചെയ്യുന്നു, ദേശത്തെയോ അല്ലെങ്കിൽ ദൈവത്തോട് അകൃത്യം ചെയ്ത യഹൂദ ജനത്തെയോ ശിക്ഷിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ദൈവം പറയുന്നത് ജനത്തിൻ്റെ നടുവിൽ പറയുന്ന പ്രവാചകന്മാരായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടത്. പക്ഷേ ഹബക്കൂക്ക് ദൈവത്തോട്, കർത്താവേ, യഹൂദ ജനത ചെയ്യുന്ന ഈ പാവങ്ങൾക്കും തെറ്റുകൾക്കും ദൈവം എല്ലാ കാലവും മിണ്ടാതിരിക്കുകയാണോ? ദൈവം ഈ കാര്യത്തിനകത്തൊരു നടപടി എടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് ദൈവം ഇങ്ങോട്ട് പറയാൻ ആരംഭിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങോട്ട് ആവലാതിയോടുകൂടെ ദൈവത്തോട്, കർത്താവെ, എത്രത്തോളം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇങ്ങനെ അങ്ങ് എത്രത്തോളം മിണ്ടാതിരിക്കും, ഒരു നടപടി എടുക്കാതെ എത്രത്തോളം ഇരിക്കും, ഇങ്ങനെ പോയാൽ ഈ ജനം മുഴുവൻ നശിക്കത്തേലേ ഉള്ളൂ, ഇവർക്ക് ദൈവഭയം ഉണ്ടാകണ്ടേ എന്ന നിലവാരത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ചതിന് ദൈവം ഒരു മറുപടി പറഞ്ഞു, ബാബിലോൺ സാമ്രാജ്യത്തെ അഥവാ കൽദയരെ ഞാൻ ഉണർത്തും. അവർ അതിശീഘ്രമുള്ള ഉഗ്രജാതിയായിട്ട് ഇസ്രായേലിലേക്ക് പട നയിച്ച് കയറി വരും. അത് വാസ്തവത്തിൽ ഹബക്കൂക്കിനെ ഞെട്ടിപ്പിച്ചൊരു ഉത്തരമായിരുന്നു. അങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഒരപ്പൻ മകൻ തെറ്റ് ചെയ്താൽ നാട്ടുകാരെ കൊണ്ട് തല്ലിക്കുക എന്ന് പറയുന്നൊരു പ്രവണതയിലേക്ക് ദൈവം നീങ്ങുകയാണോ എന്നൊരു ചോദ്യം അദ്ദേഹത്തെ വീണ്ടും അമ്പരപ്പിച്ചു. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇന്നലെ നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് കണ്ടത്. അതിലൊരു തൃപ്തിയല്ലാത്ത നിലവാരത്തിൽ അത് ചോദിച്ചിരിക്കുമ്പോൾ, ആ ഒരു നിലവാരത്തിൽ ദൈവത്തോട് ചോദിച്ചിരിക്കുമ്പോഴാണ് 2-ാം അധ്യായത്തിൻ്റെ ആഗമനം. 2-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് ഞാൻ എന്നോട് അരുളി ചെയ്യും എന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് എന്തുത്തരം പറയേണ്ടു എന്ന് കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. അപ്പോൾ ഹബക്കൂക്ക് ദൈവം എന്തായിരിക്കും? ആവലാതികളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ദൈവസന്നിധിയിലെ ആവലാതികൾക്ക് എന്താണ് ഉത്തരം എന്നതിനെക്കുറിച്ച് ദൃഷ്ടി വെച്ച് അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ജോൺ ഡാനിയേൽ പാസ്റ്റർ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ ദൈവത്തോട് അധികം അടുപ്പമുള്ള ആളുകൾ, ദൈവികമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പലതും മിസ്റ്ററിയാണ്, മർമ്മമാണ്. ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നത് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിനകത്ത് ദാനിയേലിന് ഒരിക്കൽ വെളിപ്പെട്ടു, ഇസ്രായേൽ അല്ലെങ്കിൽ യെരൂശലേം നേരിടുന്ന, അന്നത് ബാബിലോണിലാണ് അവർ,
അവർ നേരിടുന്ന ആ വിഷയം എന്തൊരു മഹാകഷ്ടമാണെന്ന്. 10-ാം അധ്യായം ദാനിയേൽ പ്രവചനത്തിൻ്റെ 1-ാം വാക്യം ഓർമ്മയുള്ളവർക്കറിയാം, അതിലേക്ക് പോയി വായിക്കാൻ നമ്മുടെ സമയം എടുക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അവനൊരു കാര്യം വെളിപ്പെട്ടത് മഹാകഷ്ടമുള്ള കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ ദാനിയേൽ ആളുകളോട് ചോദിച്ച്, അല്ലെങ്കിൽ ഫോൺ എടുത്ത് കുറേ പേരോട് ഇങ്ങനൊരു കാര്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറയാമോ, ചോദിച്ചിട്ട് പറയാമോ എന്നും ചോദിച്ചുകൊണ്ട് 10 പേരോട് ഷെയർ ചെയ്യുകയല്ലായിരുന്നു. ഇവരെല്ലാം ദൈവസന്നിധിയിൽ തന്നെ ദൃഷ്ടി വയ്ക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഹബക്കൂക്ക് കൊത്തളത്തിൽ കാവൽ കാത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിലവാരത്തിൽ, അദ്ദേഹത്തിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ മധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ എന്തായിരിക്കും ദൈവം ചെയ്യാൻ പോകുന്നത്, എന്തായിരിക്കും ദൈവം പറയാൻ പോകുന്നത്, എൻ്റെ ആവലാതി, ഇപ്പോഴത്തെ ആവലാതി ബാബിലോൺകാർ വന്നിട്ട് ഈ ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കാൻ നോക്കിയാൽ പിന്നെ ഒരു ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു നീക്കമാണോ ദൈവം ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ആവലാതിയോടെ അദ്ദേഹം ഒരു മറുപടിക്ക് വേണ്ടി ദൈവത്തിൽ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തെല്ലാം ദൈവമായിട്ടൊരു അഭേദ്യ ബന്ധം നമുക്ക് സ്ഥാപിച്ച് നിലനിർത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വലിയ കാര്യമാണ്. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവമായ കർത്താവ് മറച്ചു വയ്ക്കുകയില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്തും ഉൽപ്പത്തി 18-19 അധ്യായത്തിനകത്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതാണ്. സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോയി എന്ന് ദൈവം അബ്രഹാമിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴത്തേക്ക് അബ്രഹാം ആപ്പാട് ഇതുപോലെ ആശങ്കയില്ല. അയ്യോ, ഈ ഒരു പട്ടണത്തെ മുഴുവൻ നശിപ്പിച്ചാൽ എന്തായിത്തീരും, ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ നീതിമാൻ അതിനകത്ത് പെട്ടുപോകുമല്ലോ. ഇത് പണ്ട് കാലം മുതലുള്ള മനുഷ്യൻ്റെ ഒരു ആശങ്കയാണ്. കാരണം വെച്ചാൽ ഒരു ദേശം മുഴുവൻ, ഇന്നും ആൾക്കാരുടെ പ്രശ്നം അതാണ്, ഒരു ദേശം മുഴുവൻ നശിപ്പിക്കുമ്പോൾ അതിനകത്ത് പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, അതിനകത്ത് എന്താ പറയുക, നിഷ്കളങ്കരില്ലേ, അതിനകത്ത് നല്ലവരില്ലേ എന്നൊരു ചോദ്യം അന്നും ഇന്നും എന്നും അബ്രഹാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് കിടക്കുക. ഹബക്കൂക്കിൻ്റെയും പ്രശ്നം അത് തന്നെയാണ്, ദാനിയേലിൻ്റെയും പ്രശ്നം അതാണ്, അബ്രഹാമിൻ്റെ പ്രശ്നം അതാണ്. ഇവരെല്ലാവരും പറയുന്നത് എന്താ, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവം അത് നശിപ്പിക്കുമോ, അല്ലെങ്കിൽ 5 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒരു ആവലാതിയാണിത്. ആവലാതിയോടെ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ മറുപടിയാണ് ദൈവമായ കർത്താവ്. ദൈവത്തിൻ്റെ സ്വഭാവം, ആരെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം മിണ്ടാതിരിക്കത്തില്ല, ദൈവം സംസാരിക്കുമ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ മറുപടിയായിട്ട് വന്നതാണ് ഇന്ന് നമ്മളൊന്ന് സുപ്രസിദ്ധമായിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിന് മറുപടിയായി വന്നത്. അതിൻ്റെ മറുപടിയാണ് മൂന്നാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നത് നേരുള്ളതല്ല, നീതിമാനോ വിശ്വാസത ജീവിച്ചു. അത്രയും കാര്യങ്ങളാണ് ഈ ആവലാതിക്ക് മറുപടി. എൻ്റെ കാര്യം ഇത്രയുമാണ് എൻ്റെ കാര്യം. അവിടെ എഴുതിയിരിക്കുന്നത് ദർശനത്തിനൊരവധി വെച്ചിരിക്കും. സാധാരണ നമ്മൾ ആ വാക്യം എടുത്ത് വളരെ എന്താ പറയുക, പ്രത്യേകിച്ച് പ്രവാചക ശുശ്രൂഷയൊക്കെ ഉള്ളവർ എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ ഇന്ന് ഒത്തിരി കേട്ടിട്ടുള്ളതാണ് അല്ലേ. തലയിൽ കൈവച്ച് പാസ്റ്റർ ഇത്രയും സഭകളിൽ ശുശ്രൂഷയ്ക്കുള്ളതാണ്. ഒരു ശുശ്രൂഷ നടന്ന സമയത്ത് ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ എത്രയോ കേട്ടിട്ടുണ്ട്, തലയിൽ കൈവച്ച് മകനെ ദർശനത്തിനൊരു അവധി വെച്ച്. വാസ്തവത്തിൽ ദൈവം അത് പറഞ്ഞ് എൻ്റെ പശ്ചാത്തലം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറഞ്ഞ ഇതാണ്, ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്താ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? ദൈവം ഇസ്രായേലിനെ നീ ചോദിച്ചതുപോലെ എത്രത്തോളം എങ്ങനെ മിണ്ടാതിരിക്കുന്നുള്ള മറുപടിക്ക് പറഞ്ഞു, ഞാൻ കൽദയരെ വരുത്തി ആ ഉഗ്രജാതിയെ കൊണ്ട് ഇവരെ ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹബക്കൂക്ക് പേടിച്ച് ആശങ്കപ്പെട്ടു പോയി. അയ്യോ, അവരാ വരുന്നതെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ആശങ്കയോടെ വലിയ ഭാരപ്പെടുകയാണ്. ഇപ്പോൾ കുഞ്ഞിനെക്കുറിച്ചൊരു അമ്മ പരാതി പറഞ്ഞു അപ്പം വന്നപ്പോൾ. ഇവനെ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, പറഞ്ഞാൽ പരിച്ഛേദ അനുസരണമില്ല, പുസ്തകം എടുത്ത് വായിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു ഞാൻ ശരിയാക്കാം, അവന് സ്കൂളിൽ നിന്ന് വരട്ടെ എന്ന് പറഞ്ഞു. വന്നു കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം അവൻ വരുന്ന നോക്കിയിരിക്കുക, വലിയൊരു എന്താ പറയുക, വലിയൊരു പട്ടിക, പ്ലാവിൻ്റെ അറുത്ത് വെച്ചിരിക്കുന്ന ഒരു പട്ടിക എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്തോ പറയും, എന്താ മനുഷ്യനെ കാണിക്കുന്നത്? കാരണം അവനെ തല്ലാൻ പോകുന്ന പട്ടിക കൊണ്ടാണ്. അവരുദ്ദേശിച്ച ഒരു ഈർക്കലി കൊണ്ടോ ഒരു ചെറിയ വടി കൊണ്ടോ അവനെ ഒരു തല്ലി പഠിപ്പിക്കുക. പക്ഷേ അപ്പൻ നേരെ ഈ കാര്യം പറഞ്ഞപ്പോഴേക്കും അമ്മ വൈകുന്നേരം വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഒലക്ക എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അമ്മ എന്താ പറയും? അതുപോലത്തെ ഒരു പ്രശ്നത്തിലായപ്പോൾ ഹബക്കൂക്ക് പറഞ്ഞത് അബദ്ധമായിരുന്നായി. കാരണം ഇവരെ ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിച്ച വഴി ദൈവം വലിയ ഒലക്കെടുത്തുകൊണ്ട് വെച്ചോണ്ടിരിക്കുക. അത് കണ്ട വഴി അമ്മയ്ക്ക് ആശ്ചര്യം വന്ന പോലെ, ഭയപ്പെട്ടതുപോലെ ഹബക്കൂക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിന് മറുപടി പറയുകയാണ്. ദൈവം മറുപടി പറഞ്ഞാൽ എന്താ? ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഇത് ചിന്തിക്കേണ്ടത്. പിന്നെ ബൈബിളിൻ്റെ വാക്യങ്ങൾ അടർത്തി നമ്മളൊക്കെ പ്രസംഗിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ആ വാക്യം ഇതാണ്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. ഏതാണ് ഈ ദർശനം? ഈ പറയപ്പെടുന്നത് ഇസ്രായേലിനെ അല്ലെങ്കിൽ യഹൂദ ജനതയെ ബാബിലോൺ സാമ്രാജ്യത്തെ വരുത്തി ശിക്ഷിക്കാൻ പോകും.
പക്ഷെ അത് നാളെ തന്നെ അങ്ങ് ചെയ്യുന്നല്ല. ഇന്ന് തീരുമാനിച്ചു ആരോടും പറയരുത്, നാളെ ദൈവത്തിൻ്റെ സ്വഭാവം അതാണ്, അതിനൊരു അവധി വയ്ക്കും. എന്തിനാണ് അവധി വയ്ക്കുന്നത്? ഈ അവധി വയ്ക്കുന്നതും ഇതിനിടയിൽ നന്നാവാനുള്ളവന് നന്നാവാൻ, രക്ഷപ്പെടാനുള്ളവൻ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് അനുദപിക്കേണ്ടവന് അനുദപിക്കുവാൻ, മടങ്ങി വരേണ്ടവന് മടങ്ങി വരുവാൻ, ഏറ്റുപറയേണ്ടവന് ഏറ്റുപറയുവാൻ, അതിന് കൊടുക്കുന്നൊരവസരമാണ് ഈ അവധി വയ്ക്കൽ. എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിനകത്ത് പല കാര്യങ്ങളും ദൈവമായ കർത്താവ് ചാർജ് ഷീറ്റിൽ അല്ലെങ്കിൽ വിധിപ്പകർപ്പിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും. എഴുതിയിട്ട് ദൈവമായ കർത്താവ് കാത്തിരിക്കുകയാണ്. എന്താ കാത്തിരിക്കുന്നത്? ഇവൻ ഏതെങ്കിലും കാര്യത്തിൽ, അതൊക്കെ ആഹാബിൻ്റെയും ഇസബേലിൻ്റെയൊക്കെ സംഭവത്തിനകത്തൊക്കെ ദൈവമായ കർത്താവ് പെട്ടെന്ന് നടപടിയെടുക്കാതെ ദൈവം കാത്തിരുന്ന സന്ദർഭങ്ങളുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിനകത്തുണ്ട്. ദൈവത്തിൻ്റെ പൊതു സ്വഭാവം ഇന്ന് മനസ്സിൽ കാണുക, മനസ്സിൽ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ആരോടും പറയാതെ നാളെ അടി കൊടുക്കുക. ആ സ്വഭാവക്കാരനല്ല ദൈവം. ദൈവം ഒരു 10 പ്രാവശ്യമെങ്കിലും പറയും. പ്രവാചകന്മാരെ വിട്ട് പറയിപ്പിക്കും, വീട്ടിൽ ദൈവദാസന്മാരെ വിട്ട് പറയിപ്പിക്കും, ദർശനങ്ങളിലൂടെ പറയിപ്പിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു അവധി വയ്ക്കും ഈ കാര്യത്തിന്. ബാബിലോൺ സാമ്രാജ്യത്തിൽ നിന്ന് രാജാവിനെയും സൈന്യത്തെ ഇവിടേക്ക് വരാൻ വേണ്ടി ദൈവമായ കർത്താവ് ഒരു അവധി വെച്ചിരിക്കുക. ഈ കണ്ട കാര്യത്തിന്, നീ പറയപ്പെടുന്ന കാര്യത്തിന് ഇതൊരു ദർശനമാണല്ലോ. ഹബക്കൂക്ക് പ്രവചനം, ഹബക്കൂക്ക് കണ്ട ദർശനം എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹം കാണുകയാണ്, അദ്ദേഹത്തോട് ദൈവം ഇടപെടുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇസ്രായേലിനെ തുടച്ചു നീക്കത്തക്ക രീതിയിൽ വരുന്നു. അപ്പോൾ ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ ആവലാതിക്ക് പരിഹാരം ഞാൻ പറയാം. അപ്പോൾ ഇന്നോ നാളെയോ ഒന്നും ഇപ്പം നാളെ കയറി ചെയ്യാൻ പോവല്ല, ഇതിനൊരു അവധി വെച്ചിരിക്കുക. അവധി വെച്ചിരിക്കുകയാണ്. അവധി വാസ്തവത്തിൽ എന്താണ്? ആ വാക്ക് വായിക്കുമ്പോൾ അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ഈ കാര്യം നടക്കുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല, ബന്ധപ്പെടുകയാണ്. സമയം ദൈവം അതിനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയം തെറ്റത്തില്ല. അത് വൈകിയാലും അതിനായി തന്നെ കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അതോടെ ചേർന്ന് വേണം വാക്യത്തെ ചിന്തിക്കാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന വാക്ക്, ഈ കാര്യം ഇപ്പം നീ ഇത് കണ്ടു, നീ ഇപ്പം ആകെപ്പാട് BP കയറി തല ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാനിതിനൊരു അവധി വെച്ചിരിക്കുക. ഈ അവധി വെച്ചിരിക്കുന്ന കാലത്ത് നിനക്ക് പറയാമെങ്കിൽ നീ 10 പേരോട് പറ, ഇങ്ങനെ ദൈവം വടിവെട്ടാൻ പോയിട്ടുണ്ട്, ഞാനത് കൃത്യമായിട്ട് ദർശനമായി കണ്ടതാണ്, ഞാൻ എൻ്റെ കാതിൽ കേട്ടതാണ്. അതുകൊണ്ട് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ, നന്നാവാൻ ആഗ്രഹിക്കുന്നവനുണ്ടെങ്കിൽ ദൈവത്തോട് അനുദപിച്ചോ, മടങ്ങി വന്നോ, എന്താണെങ്കിലും ഈ കാര്യം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. അതൊരിക്കലും ഇനി മാറിയല്ല. അതെപ്പോഴാന്ന് എനിക്ക് പറയാൻ ഒക്കെയല്ല. ഇതൊക്കെ പറയണ്ടേ? ഇതാണ് പറയേണ്ടത് ശരിക്കും. ഇത് ഹബക്കൂക്ക്. അപ്പോൾ ഹബക്കൂക്കിനോട് പറഞ്ഞു, ഒരു അവധി വെച്ചിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് കർത്താവ് ഇതുപോലെ നമ്മൾ കുറ്റം ചെയ്തപ്പോൾ ദൈവദാസന്മാരെ പറഞ്ഞയച്ചു. ബൈബിൾ മുഴുവൻ കാണുന്ന അതാണ്. ദൈവദാസന്മാരെ പറഞ്ഞയച്ചു, പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, അനുദപിക്കുമെന്ന് വിചാരിച്ചു, മടങ്ങി വരുമെന്ന് വിചാരിച്ചു. എത്ര കാലം ഇരമ്യാപ്രവചനം മുതൽ ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയതാ. ശരിക്കും ഈ ബാബിലോൺ പ്രവാസം ഉണ്ടാകും, ദൈവം നടപടിയെടുക്കും എന്നുള്ളത്. ഇത്രയും ചെറുതും വലുതുമായിരിക്കുന്ന പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ മുഴുവൻ രത്നച്ചുരുക്കം, ഇത്രയും സമയം ഇട്ട് തരുന്നതിൻ്റെ കാര്യം, മടങ്ങി വരവിനുള്ള സമയം ദൈവം കൊടുക്കും. അതിനുള്ള അവസരം ദൈവം കൊടുക്കുന്നു. അതിനുള്ള മുഖാന്തരങ്ങളും മുന്നറിയിപ്പും ദൈവമായ കർത്താവ് കൊടുക്കുന്നു. ഇതിനിടയിൽ എല്ലാവരും കൂടി നശിച്ചു പോകുമോ? ഇത്രയും നീചമായിരിക്കുന്ന ഒരു കൂട്ടം കടന്നു വരുമ്പോൾ, അപ്പോൾ ഇവിടെയുള്ള പ്രാർത്ഥിക്കുന്നവരും ഒക്കെ എന്ത് ചെയ്യും? ഈ ഇന്നലെ വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ മരിക്കുകയില്ല എന്ന് അദ്ദേഹം ഒരു ഉറപ്പ് പറഞ്ഞില്ലേ അവിടെ 12-ാമത്തെ വാക്യത്തിനകത്ത്, അല്ലേ? നീ പുരാതനമേ എൻ്റെ പരിശുദ്ധനല്ലയോ, ഞങ്ങൾ മരിക്കുകയില്ല എന്ന് അദ്ദേഹം ഒരു വലിയ ഉറപ്പിൽ പറയുക. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദൈവം ഞങ്ങളുടെ ദൈവമാണ്, അതുകൊണ്ട് ഞങ്ങളെ ഇനി ആര് വന്നാലും ഞങ്ങൾ മരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു വലിയ ഉറപ്പെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പരമാർത്ഥതയോടെ ജീവിക്കുകയാണ്. അപ്പോൾ ആ നിലവാരത്തിലാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങൾ മരിക്കുകയില്ലെന്നുള്ള ആ ഒരു കോൺഫിഡൻ്റ്, ഒരു ഉറപ്പ് അവിടെ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ദൈവമായ കർത്താവ് അവിടെ പറയുന്ന ഇതാണ്, ഇത്രയും വലിയൊരു പ്രശ്നം നേരിടുമ്പോഴും ഇതിനകത്ത് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. എൻ്റെ നീതിമാൻ എന്നല്ല എഴുതിയിരിക്കുന്നത്, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അങ്ങനെ പറയാൻ കാരണം എന്താ? ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതിനിടയിൽ നീതിമാന്മാരുണ്ടെങ്കിൽ അവൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഇതിൻ്റെ നടുവിൽ 2 രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. 9-ാമത്തെ വാക്യം എന്താ പറയുന്നത്?
അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന് തൻ്റെ വീടിന് വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം. അവ രണ്ട് രീതിയിൽ ചിന്തിക്കുക. ഈ 10 വാക്യങ്ങളുടെ ഉള്ളടക്കം ഒരു സമ്മറി നമ്മൾ പറഞ്ഞ് മുട്ടുകുത്താൻ ഒരുങ്ങുകയാണ്. കേൾക്കണേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവലാതിപ്പെട്ട് ഈ കാര്യത്തെക്കുറിച്ച് എന്താകുമെന്നറിയാൻ, കർത്താവ് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നതെന്നറിയാൻ ഞാൻ കൊത്തളത്തിൽ കാവൽ കാത്തിരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, ഹബക്കൂക്കേ, ഇപ്പം നാളെയോ മറ്റന്നാളോ ഇപ്പം ഇത് ഇങ്ങോട്ട് വരുന്നല്ല പറഞ്ഞു, ഇതൊരു അവധി വെച്ചിരിക്കുക. ഞാൻ ഈ അവധി കൊടുത്തിരിക്കുന്നത് അത് വരും, നിശ്ചയം വരാതിരിക്കത്തില്ല, ഞാനിത് മാറിപ്പോകുകയില്ല, തക്ക സമയത്ത് നിറവേറിക്കും എന്നൊക്കെ പറഞ്ഞ ശേഷം പറയുന്നു, രക്ഷപ്പെടാനുള്ളവന്, മടങ്ങി വരാനുള്ളവന്, അനുദപിക്കാനുള്ളവന് അതിനൊരു സമയമാണ് ഈ അവധി വയ്ക്കാൻ ദൈവം എല്ലാ കാര്യത്തിനകത്തും. എന്നിട്ട് പറഞ്ഞു, അത് വരുമ്പോൾ, ആ സംഭവം നടക്കുമ്പോൾ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ കലാമറ്റികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ദൈവം സുരക്ഷിതമായി, ദൈവത്തിലുള്ളവരെ ദൈവം സുരക്ഷിതമായി പാർപ്പിക്കും, അവിടെ ആക്കി വയ്ക്കും. ഇതൊക്കെ ചെയ്യാനിടയായിത്തീരും. അതിന് നമ്മൾ കുറേ പുറകിലേക്ക് പോകണം. ദൈവം അവിടെ മാറ്റി പാർപ്പിച്ച് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. പക്ഷേ അതിനിടയിൽ 9-ാം വാക്യം വായിച്ചെന്നറിയാമോ? ഇത്ര വലിയ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കണേ. ദൈവത്തിൽ ആശ്രയിക്കാതെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നു എന്നറിയുമ്പോൾ ദൈവത്തോട് പറഞ്ഞ് തെറ്റുതിരുത്തി പാപമേറ്റു പറഞ്ഞ്, കർത്താവെ അങ്ങാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ തെറ്റിപ്പോയി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വഴി വിട്ടു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴേണ്ടതിന് പകരം അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി ഉയരത്തിൽ കൂടുവെക്കുക എന്ന് പറഞ്ഞാൽ അനർത്ഥം വരാത്തൊരു മേഖലയിൽ കൊണ്ടുപോയിട്ട് അവൻ കൂടുവെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ദൈവകോപത്തിൽ നിന്ന്, ന്യായവിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ ശിക്ഷാ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന മാനുഷിക പ്രവർത്തികൾ ഇവിടെ ഉയരത്തിൽ കൂടുവയ്ക്കുക എന്ന് പറയും. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരുപാട് വഴിപാടുകൾ, നേർച്ചകൾ, ഇതെല്ലാം വാസ്തവത്തിൽ ഉയരത്തിൽ കൂടുവെക്കല എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു, തെറ്റ് ചെയ്തു, അതിന് പകരം നമ്മൾ വീട്ടിൽ ശിക്ഷ വരാതിരിക്കാൻ, തലമുറയ്ക്ക് ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ദൈവം പറഞ്ഞ വ്യവസ്ഥ വിട്ടിട്ട് മനുഷ്യൻ തന്നെത്താൻ ഉണ്ടാക്കി വയ്ക്കുന്ന സുരക്ഷാ താവളങ്ങളാണ് ഈ മതങ്ങൾക്കകത്തെല്ലാം കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ. അത് ഒരമണിക്കൂറെങ്കിലും എടുത്ത് നിങ്ങളോട് വിശദീകരിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. എങ്കിലും ജ്ഞാന ഹൃദയമുള്ള ദൈവമക്കൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഒറ്റ വഴിയുള്ളൂ. ഇതൊക്കെ ലാസ്റ്റ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടാണ്. അധികം താമസിയാതെ സ്തോത്രം അനർത്ഥത്തിലേക്ക് പോകേണ്ടുന്ന സാഹചര്യങ്ങൾ, അഥവാ കർത്താവിൻ്റെ മടങ്ങി വരവിനോടുള്ളൊക്കെ ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് അതൊക്കെ കൂടി ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുകയല്ലാതെ സ്വന്തം കർമ്മം കൊണ്ട്, സ്വന്തം പ്രവൃത്തി കൊണ്ട് അനർത്ഥത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി, ഈ വരാനിരിക്കുന്ന ആപത്തിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി നമുക്ക് മനുഷ്യനൊന്നും ചെയ്യാനില്ല. രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. ഏത് വിശ്വാസം? വിശ്വാസം എന്നത് ദൈവികമായിരിക്കുന്നൊരു വ്യവസ്ഥയാണ്. സ്തോത്രം. അത് തിമോത്തിയോസിൻ്റെ ലേഖനത്തിനകത്ത് എഴുതി. വിശ്വാസത്തെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന 5 പ്രധാനപ്പെട്ട വാക്യങ്ങൾ ഞാൻ സ്തോത്രം നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 1 തിമോത്തിയോസ് 1:3 പറയുന്നത് വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ എന്ന് പറഞ്ഞ ഒരു അടിസ്ഥാനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വിശ്വാസം. എബ്രായ ലേഖനം 6:1-2 ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് എന്താ? വിശ്വാസം എന്ന അടിസ്ഥാനം. അപ്പോൾ ഈ അടിസ്ഥാനത്തിന്മേ നിൽക്കാതെ നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ്, മതങ്ങൾ പറഞ്ഞ്, സമുദായങ്ങൾ പറഞ്ഞ് ആ നിലവാരത്തിൽ ചെയ്യുന്നവൻ അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഉയരത്തിൽ കൂടുവെക്കുന്നവനെ പോലെയാണ്. ഞാൻ അവസാനിപ്പിക്കാം. ഈ ദർശനത്തിൻ്റെ അവധി വെച്ചിരിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നതൊക്കെ പറയുന്ന ആത്മീക ഗോളത്തിലെ പ്രസിദ്ധമായിരിക്കുന്ന വാക്യങ്ങൾ, മനഃപ്പാഠമായി പഠിച്ച വാക്യങ്ങൾ, ആ വാക്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം സംരക്ഷിക്കും. സ്തോത്രം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തും നിറവേറാനിടയായി തീരുകയുള്ളൂ. സ്തോത്രം. ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഭരണം, അതിനോടനുബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇന്ന് ദൈവം പറയുന്ന വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവനെ കർത്താവ് കാഹളനാദത്തോടെ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടും. സുരക്ഷിതമായൊരു സ്ഥാനത്ത് എത്തിച്ചതിന് ശേഷമാണ് ഇവിടെ അനർത്ഥങ്ങൾ നടക്കുകയുള്ളൂ. ബാബേൽ പ്രവാസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു പ്രവാസമാണെങ്കിൽ പോലും ദൈവമായ കർത്താവ് ഒരു കൂട്ടം ജനതയെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. ബാക്കി ഒരു കൂട്ടം ആളുകൾ ഇവിടെ കടന്നു. അവരെക്കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്ന പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ജനം മഹാകഷ്ടത്തിലായി. വായിച്ചിട്ടുണ്ടോ?
അപ്പോൾ പ്രവാസം എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ഈ ജനത്തെ അവിടെ കൊണ്ടുപോയി. അവിടെ അതും കർത്താവിൻ്റെ വരവുമായിട്ട് തട്ടിക്കാൻ പറ്റിയല്ല. പക്ഷെ രണ്ടും ത്രാസിൻ്റെ രണ്ട് തട്ടുകൾ പോലെ നിങ്ങൾ നോക്കിയേ. യേശു വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്തു കൊള്ളപ്പെടേണ്ടവൻ എടുത്തു കൊള്ളപ്പെട്ടതിന് ശേഷം ഇവിടെ കിടക്കുന്ന ആളുകൾക്ക് മഹാകഷ്ടമായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ. ബാബേൽ പ്രവാസം വരുമ്പോൾ കർത്താവ് അങ്ങനെ ചെയ്യുമെങ്കിലും എനിക്കുള്ളവരെ, എൻ്റെ നീതിമാന്മാരെ, സ്തോത്രം, ദാനിയേല്, നെഹമ്യാവ്, യഗസ്കേല്, ഇവരൊക്കെ പ്രവാസത്തിൽ ചെന്നവരല്ലേ. അവരൊക്കെ അവിടെ പോകേണ്ടി വന്നു. അവരെയൊക്കെ ഒരു സുരക്ഷാ താവളത്തിലാക്കി. അപ്പോഴും പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞ ജനത്തെക്കുറിച്ച് നെഹമ്യാവിന് കിട്ടിയ റിപ്പോർട്ട് ഭയങ്കര കഷ്ടത്തിലായിപ്പോയി. അപ്പോൾ ഏത് പ്രശ്നം വന്നാലും കുറ്റത്തിന് ശിക്ഷയുണ്ട്. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവനെ ദൈവമായ കർത്താവ് ആ സുരക്ഷാ താവളത്തിൽ പാർപ്പിക്കും. അതിന് പകരം ആരെങ്കിലും പറയുന്നത് കേട്ട് അനർത്ഥത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി സ്വന്തമായി പ്രയത്നിക്കുന്നവൻ, ഉയരത്തിൽ കൂടുവെക്കുന്നവൻ, ബുദ്ധി ഉപയോഗിക്കുന്നവൻ, അവൻ പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 10 വാക്യങ്ങൾക്കിടയിൽ കിടക്കുന്ന ഈ ചിന്തകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട്, കർത്താവേ സ്തോത്രം, വിശ്വാസത്താൽ മാത്രം ദൈവത്തിൽ ആശ്രയിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തകർത്തു തന്നത്, ആ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ഒരു ശിക്ഷാവധിയും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാം. ആ വിശ്വാസത്തിൽ നമ്മുടെ പ്രേക്ഷക കുടുംബങ്ങളെല്ലാം ഉറച്ചു നിൽക്കട്ടെ. നമ്മുടെ പ്രയത്നം കൊണ്ട് എത്ര ഉയരത്തിൽ കൂടുവെച്ചാലും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുകയല്ല. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. അതാണ് ഭൂഷണം എന്ന ചിന്തയോടെ നമുക്കൊരുമിച്ച് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ഞങ്ങളുടെ കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ആരോഗ്യമുള്ള ദൈവമക്കൾ, നിങ്ങളുടെ ചാർച്ചക്കാരെ, കുടുംബക്കാരെ, ബന്ധുക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർക്കുക. സ്തോത്രം, എല്ലാവരെയും ഓർക്കുക. സ്വന്തം പ്രയത്നത്തിലൂടെ പണം കൊടുത്തോ അല്ലെങ്കിൽ വഴിപാടുകൾ കൊണ്ട്, നേർച്ച കൊണ്ടോ വരാനിരിക്കുന്ന വലിയ ദൈവത്തിൻ്റെ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം വേദപുസ്തകം അഖണ്ഡിതമായി പറയുന്നതാണ്. നമുക്കതിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനസ്സലിവുള്ള മഹാദൈവത്തിൻ്റെ തിരുമുമ്പാകെ ഹബക്കൂക്ക് പ്രവചനം ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആവലാതി പറഞ്ഞ് പ്രാർത്ഥിച്ച് കരയുന്ന ഒരു പ്രവാചകൻ ദൈവസന്നിധി ചോദിക്കുമ്പോൾ ദൈവം ഒരു മറുപടി കൊടുത്തു. ഞാൻ സമയം കൊടുക്കാം, ഒരവധി വയ്ക്കാം, അതിനിടയിൽ രക്ഷപ്പെടേണ്ടവൻ ഒരുങ്ങട്ടെ, മാനസാന്തരപ്പെടേണ്ടവൻ മാനസാന്തരപ്പെടട്ടെ, അനുദപിക്കേണ്ടവൻ അനുദപിക്കട്ടെ, മടങ്ങി വരേണ്ടവൻ മടങ്ങി വരട്ടെ. ന്യായവിധി വരുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിങ്കലെ വിശ്വാസത്തിൽ ഉറയ്ക്കുമ്പോൾ അവരെ ആക്കി വെക്കേണ്ട സ്ഥാനത്ത് ആക്കി വെക്കുകയും സൂക്ഷിക്കേണ്ടിടത്ത് സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ചിന്തിച്ചു. അതിലുപരി ഞങ്ങളുടെ കർത്താവിൻ്റെ മടങ്ങി വരവും, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഞങ്ങളെ കാഹളധ്വനിയോടെ എടുത്ത് ദൈവമായ കർത്താവ് മധ്യാകാശ മണിയറയിൽ എത്തിക്കുകയും അതിനുശേഷം ഇവിടെ നടക്കാൻ പോകുന്ന മഹോപദ്രവവും അതിൽ സംഭവിക്കാൻ പോകുന്ന അനർത്ഥവും ഒക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, അതിനിടയിലുള്ള അവധി വെക്കലാണ് കൃപായുഗമെന്ന് ഞങ്ങൾ നന്നായി തിരിച്ചറിയുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരോട് ആ കാര്യം ഞങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നു. ഈ അവധി വെച്ചിരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ആത്മാവിൽ നിറയുവാൻ, സത്യത്തിൻ്റെ പക്ഷത്ത് വരുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും കഴിയേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വന്തം പ്രയത്നം കൊണ്ട് ഉയരത്തിൽ കൂടുവെച്ച് ദൈവിക ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കുന്നവരുടെ കൂടെ പവർ വിഷൻ്റെ ഒറ്റ പ്രേക്ഷകരും പെട്ടുപോകല്ലേ കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സത്യത്തിൻ്റെ പരിജ്ഞാനം ജനത്തിന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.